हेलो, सलाम वालेकुम। बाबा कैसे हो? पहचाना? 2 महीने पहले फोन किया था। सो रहे हैं क्या? अच्छा अच्छा, तकलीफ दिया अभी? मैं 2 महीने पहले फोन किया था, वो सऊदी से फोन किया था आपके पास। वो शहर मुबारक आप बोला उस टाइम में बड़ा नहीं है, तो 2 महीने के बाद में फोन करो बोला। अभी बड़ा हो गया क्या? है? हाँ हाँ हाँ, हाँ, तो कब आऊँ मैं लेने के लिए? कब आऊँ लेने के लिए, कब आऊँ? कब? 12 तारीख को? मैं समझना नहीं, क्या बोला? हाँ, आपका आवाज हाँ हाँ, अभी कुछ भी नहीं है क्या हाथ पे? वो केरला से वापस लेके आया था ना वो 7 बाल, वो नहीं है अभी आपके पास में? क्या कर दिया? कब्र में डाल दिया? क्यों? क्या बोला? कब्र में डाल दिया? क्यों? क्या क्या, मैं समझा नहीं। अरे वो इससे काल हो गया आदमी, उससे सीधे से रखती है। हाँ, अच्छा 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 अच्छा, ओके 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 ओके। और मुझे तो किसी भी हालत में चाहिए था बाबा कुछ बाल। अच्छा, वो नौशाद ऐसे नहीं आया था ना आपके पास, उसको दिया था आपने बाल? वो केरला से आया था ना, मेरा नौशाद ऐसे नहीं आया था ना उधर? अच्छा अच्छा, मैं अगले महीने में आ जाऊँ आपके पास? क्या बोला? अच्छा 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 अच्छा, नहीं मैं 2 महीने के बाद में, 2 महीने के पहले मैं फोन किया तो आपने बोला 1 महीने के बाद में फोन करो मिल जाएगा बोला। अच्छा अच्छा अच्छा, हाँ अच्छा, मैं आएगा तो कैसा आने का? आपका उधर का जगह का एड्रेस कैसा है, किधर है ये? मैं बॉम्बे में पहुंच के आपको फोन करता हूँ। और क्या हाल चल बाबा, कुछ नया कुछ माल आया है क्या? നമ്മളെ റൂമെന്ന് പറയാറുണ്ട്, മുടി കൊണ്ടുവന്നവരെയും കുഴിച്ചു മൂടും ഞങ്ങള്, കുഴിച്ചു മൂടി, വ്യാജമുടി ജാലിയാവാല കുഴിച്ചു മൂടി. എന്താ ചെയ്തെന്നറിയോ? എന്താ ചെയ്തെന്ന് പറഞ്ഞാല്, ഞാൻ ചോദിച്ചു മൂപ്പറ, നമ്മള് കഴിഞ്ഞ മാസങ്ങളെ വിളിച്ചിന് മുടി ചോദിച്ചിന്, ഏഴെ മുടി, ആ മുടി വളർന്നിട്ടില്ലാന്ന്. നമ്മൾ എത്ര നാളായി, ഈ ഒരു കാര്യം 12-ാം തീയതി വാ, അപ്പോഴത്തേക്ക് വളരും. ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ നോയിക്കോട്ടെ, പ്രശ്നമില്ല. ഞാൻ അതല്ല, നമ്മുടെ കേരളത്തിൽ നിന്നൊരു 5-6 മുടി നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നല്ലോ, ആ മുടിയിൽ നിന്നൊരു കുറച്ച് മുടി എനിക്ക് തന്നൂടെ? അപ്പൊ എന്താ പറഞ്ഞെന്നറിയോ? ആ മുടിയില്ല. എന്തേ? ഇവരുടെ അടുത്ത ആരോ മരിച്ചുപോയി, അയാളുടെ വീടിന്റെ അടുത്ത് ആരോ മരിച്ചുപോയി. മരിച്ചിട്ട് അയാളെ കബറടക്കുമ്പോ
അയാളെ ചാത്തി പറക്കർ ഓതി ദഫ്നാദിയ, അയാളെ നെഞ്ചത്ത് വെച്ചിട്ട് കബറടക്കി ആ മുടികള്. പടച്ചോനെ, ഇത്ര ക്രൂരത ചെയ്യാൻ പാടില്ലായിരുന്നു ആ മനുഷ്യനോട്. ഞങ്ങളല്ലേ സുഹൃത്തെ മുടി ഇങ്ങക്ക് തന്നിനി, തിരിച്ചു തന്നിനി? ഞങ്ങൾക്കറിയില്ല അത് ഏത് പെണ്ണിന്റെ മുടിയാണെന്ന്. ആ പാവം മനുഷ്യന്റെ നെഞ്ചത്ത് ആ പെണ്ണിന്റെ മുടി വെച്ചിട്ട് നിങ്ങൾ കവറടക്കിയല്ലോ. ആ മനുഷ്യന്റെ കാര്യം എന്തായിരിക്കും? എന്താണ് ഈ ജാലിയൻവാലയ്ക്ക് പറ്റിയത്? SSFകാരാ. ഇനിയിപ്പോ ഈ ട്രിക്ക് വെച്ചിട്ട് നമ്മുടെ വേറൊരു ജഡം ഉണ്ടല്ലോ, വെക്കാൻ പോകേണ്ട ഒരു ജഡം, നമ്മൾ സ്വപ്നത്തിൽ എടുക്കാൻ പോകുന്ന പള്ളിയിൽ ഒരു ജഡം വെക്കാൻ പോകുന്നുണ്ട്. ആ ജഡത്തിന്റെ കൂടിയും ഇങ്ങനെ മുടി വെച്ചിട്ട് കവറടക്കിയാൽ നന്നായിരിക്കും. കാരണം ഒരു വീക്ക്നെസ് ആണല്ലോ. പെണ്ണല്ലെങ്കിലും പെണ്ണിന്റെ മുടിയെങ്കിലും കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ കവറിൽ കിടക്കാലോ. അതേപോലെ നല്ല ഐഡിയ തന്നെയാണ്. പക്ഷെ എന്നാലും ആ ബോംബെയിലെ ആ പാവപ്പെട്ട യുവാവ് ആരാണെന്നറിയില്ല, ആ പാവത്തിനോട് ഈ ചതി ചെയ്യരുതായിരുന്നു. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലിപ്പ്